ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് അത്യാവശ്യം മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. തുടർച്ചയായി 2 ദിവസം നിഫ്റ്റി ഒരു റെഡിലാണ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച, അതിനുശേഷം തിങ്കളാഴ്ച ഓൾറെഡി അത് മോർണിംഗ് സെക്ഷനിൽ ഒരു 200 പോയിൻ്റ് ഡൗൺ തന്നെയായിരുന്നു. മീൻസ് പതുക്കെ 200 പോയിൻ്റ് ഡൗണിലേക്ക് വരികയായിരുന്നു. പിന്നെയാണ് നിഫ്റ്റി കാര്യമുള്ള റിക്കവറി നടത്തിയേക്കണത്. ഒരു 106 പോയിൻ്റ് നിഫ്റ്റി പ്ലസ് ആണെന്ന്, അത് 200 മൈനസ് എന്നാണ് 106 പോയിൻ്റ് പ്ലസ് ആയിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ലൊരു മൂവ്മെൻ്റ് ഒന്ന് ഉണ്ടായിട്ടുണ്ട്. ലൈവ് ട്രേഡിംഗ് സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റ് വഴിയാണ് ലൈവായിട്ടുള്ള ട്രേഡ് പ്ലാനിങ്ങും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കേണ്ടത്, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാർക്ക് ലൈവായിട്ടുള്ള സെക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പെയ്ഡാണ്. അപ്പോൾ അതിൽ വന്ന ട്രേഡാണ്. നമുക്ക് മോർണിംഗിൽ ഇങ്ങനത്തെ ഒരു എൻട്രി മിസ്സായിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു, പക്ഷെ അത് മിസ്സായി. അതിനുശേഷമാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്. ട്രേഡ് പ്ലാൻ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൺസൾട്ടേഷൻ്റെ ഉള്ളിലാണ് പെട്ടത്. അവിടെ നിന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. ട്രേഡ് കിട്ടുന്ന ഏരിയ ഈ ട്രേഡാണ്. ഇപ്പോൾ നമ്മൾ സ്പോട്ടിൽ കാണുന്ന ഈ ട്രേഡാണ് കിട്ടിയ ട്രേഡ്. കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് ഒരു ടെസ്റ്റിൽ എൻട്രി എടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ സി സൈഡിക്ക് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാഫ് ലോട്ട് യൂസ് ചെയ്യാനാണ് സി സൈഡിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ റീടെസ്റ്റിലാണ് അവിടെ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അത് റീടെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ 2 ട്രേഡാണ് സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേഡ്. ഇത് വ്യക്തമായിട്ട് ഞാൻ ഗൂഗിൾ മീറ്റിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും കിട്ടിയ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഫ്രീ ഗ്രൂപ്പിലുള്ളവർക്ക് ആക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ട്രേഡ് ഒന്നും ഉണ്ടായിട്ടില്ല. ബേസിക്കലി പ്രൈസിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അത് കണ്ടീഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് എടുക്കാം. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാനൽ ലോസിനോ അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എപ്പോഴാണോ റെഡ് ക്യാനിൻ്റെ ബോഡി ലോസ് ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണത്, അങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് അവിടെ നോക്കാം. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ട്രേഡാണ്. 45 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ലൈവ് സെക്ഷനിലും ഗൂഗിൾ മീറ്റ് സെക്ഷനിലും നമുക്ക് കിട്ടിയിട്ടുള്ള ട്രേഡാണ്. നമുക്കൊരു 36 പോയിൻ്റാണ് വന്നത് ഈ ട്രേഡ്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ടുള്ള ഒരു ടൈം എടുത്തിട്ടുണ്ട് ട്രേഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സിറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈവ് സെക്ഷനിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് എക്സിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോഡ് മാനേജ്മെൻറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നില്ല. ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമ്മൾ ഇത്തിരി ക്യാപിറ്റൽ കുറവുള്ള ആൾക്കാർക്കാണ് ചെയ്ത് തീർക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രേഡ് 55 രൂപയുടെ ട്രേഡാണ്. അതും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഒരു 4 രൂപ വ്യത്യാസമാണ് കിട്ടുന്നത്. നമ്മൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ട്രേഡ് ഹോൾഡ് ചെയ്ത് ആൾക്കാർ രണ്ടാമത്തെ ട്രേഡ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറയാമല്ലോ. അത് 20 പോയിൻ്റാണ് വന്നേക്കണത്. അപ്പോൾ ഈ 2 ട്രേഡാണ് നമുക്ക് മോർണിംഗ് സെക്ഷനിലുണ്ടായിരുന്നത്. ഇത് 25,700 സി ആണ്. 25,700 സി അടിപൊളിയായിട്ടിത് വർക്കായിട്ടുണ്ട്. 50 പോയിൻ്റാണ്. ഇത് പ്രൈസ് രാവിലെ കൊടുത്തതാണ്. നമുക്കൊരു 9:30ക്ക് കിട്ടിയാണ് ആ പ്രൈസാണത്. 46 തന്നെ പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരോട് നോക്കുക എങ്ങനെയാണ് ട്രേഡ് ആക്ടിവേഷൻ ആവണമെന്ന്. ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് ഈ ലെവലിൻ്റെ മുകളിൽ, ഈ 46ൻ്റെ മുകളിൽ ബോഡി ക്ലോസ് ചെയ്യണം. അത്ര ഉള്ളൂ കാര്യം. ഭയങ്കര ബേസിക്കായിട്ട് സംഭവമാണ് ഈ ബോഡി ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഗ്രീൻ ക്യാൻഡിലായി നിൽക്കണ ആ ഒരു ബോക്സാണ് ബോഡി. എൻ്റെ മുകളിലേക്ക് പോകണ ആ കോല് പോലത്തെ സംഭവം വിൽക്കാണ്, അടിയിലേക്ക് വിൽക്ക് വരും. അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൻ്റെ ബോക്സ് പോലത്തെ ഭാഗമാണ് ബോഡി. എൻ്റെ മുകളിലുള്ള വിൽക്കാണ്, അടിയിലേക്കുള്ള വിൽക്കാണ്. ആ ബോഡി ക്ലോസ് ചെയ്യണം ഈ പറഞ്ഞ ഞാൻ തരുന്ന പ്രൈസിൻ്റെ മുകളിൽ. അപ്പോൾ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു ട്രേഡാണത്. അതുപോലെ നമുക്ക് സെൻസസിലും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡോജി ക്യാനിലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ ക്യാനിലായിട്ട് വന്നതാണത്. നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബോഡി ക്ലോസ് മുകളിലാണ് കിടന്നത്. അങ്ങനെയാണ് ആക്റ്റീവ് ആവണത് കേട്ടോ. 200 പോയിൻ്റാണ് വന്നേക്കണത്. അത് നിങ്ങൾ നോക്കിയിരിക്കാൻ തന്നെ വേണം, എന്നാലാണ് അത് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് പി സൈഡിക്കുണ്ടായിരുന്ന സെൻസസിൽ 140 പോയിൻ്റ് വന്നിട്ടുണ്ട്. അത് 20 പോയിൻ്റ് മുകളിൽ നിന്ന് അല്ലെങ്കിൽ 15 പോയിൻ്റ് മുകളിൽ നിന്നാണ് എടുക്കണം. ചെറിയൊരു അഗ്രസീവ് എൻട്രിയാണ്. താല്പര്യമില്ലാത്തവർ എടുക്കണ്ട, റിസ്ക് ആയിട്ട് തോന്നുന്നവർ എടുക്കണ്ട. കുറച്ച് അഗ്രസീവാണ്. പിന്നെ ടോട്ടലി ഇന്ന് പറയാന്നുണ്ടെങ്കിൽ പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു. അതും പറയാനുള്ളൊരു കാര്യമാണ്. പ്രീമിയം കൂടുതലാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇത്തിരി പ്രീമിയം കുറവായിട്ട് കിട്ടണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പ്രീമിയം കൂടുതലായതിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. ഗോൾഡ് അൾട്രാ പോസിറ്റീവാണ്. ഇന്ന് 80+ നിൽക്കുന്നത് ഫോറക്സിൽ.
ബുള്ളിഷാണോ ഗോൾഡ്, നമുക്ക് ബിയറിഷ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുള്ളിഷ് ആയതുകൊണ്ട് വേണമെങ്കിൽ ബിയറിഷ് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രേഡ് ആക്ടിവേഷൻ ആയിട്ട് ഞാൻ നിൽക്കണത് ജസ്റ്റ് ടോപ്പിൽ, ഈ ട്രെൻഡ് ലൈൻ്റെ ടോപ്പിൽ ക്രോസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും, SL ആയിട്ട് ഇറങ്ങേണ്ട വരും. നിങ്ങളുടെ അനാലിസിസിൽ മാത്രം എടുക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് നോക്കി കണ്ടിട്ടൊക്കെ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ലൈവ് സെക്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും ട്രേഡിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് എടുക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ നോളജ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. ഇപ്പം എൻ്റെ അൾട്ടിമേറ്റ്ലി അടിപൊളിയാണെന്ന് ഞാൻ പറയണമെന്നില്ല. നിങ്ങൾക്ക് അതിനൊരു എന്തെങ്കിലും ഒരു നോളജ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഇത്രയുള്ള കാര്യം. നമ്മളിത് കോഴ്സായിട്ടും ചെയ്യുന്നുണ്ട്. കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതിന് വേണ്ടി തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, പുതിയത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പുതിയ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്താണ് നമ്മൾ ചെയ്യണത്, എങ്ങനെയാണ് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത്, അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തന്നെ കാണാം എത്രത്തോളം ട്രേഡ് കിട്ടുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഞാൻ എന്തായാലും ഒരു 8 മണിക്ക് ശേഷം ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ എൻട്രി പ്രൈസുകൾ ഞാൻ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ 8 മണിക്ക് ശേഷം ഇടാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട ശേഷം തന്നെയായിരിക്കും നമുക്ക് ട്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് നോക്കിയിരുന്നാൽ മതി കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് കിട്ടും. എന്നിട്ട് നിങ്ങളാണ് തീരുമാനിക്കുക എങ്ങനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് കോഴ്സിലേക്കും ബാക്കിയുള്ള കാര്യത്തേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മൾ ഫ്രീ ഗ്രൂപ്പ് റണ്ണിങ് ആണ്. 10:30 വരെയാണ് ഡെയിലി കിട്ടുക. അപ്പോൾ 10:30ക്കുള്ളവരുടെ ട്രേഡൊക്കെ ഞാൻ ഇടും. ഇത് ആക്റ്റീവ് ആവാത്തതൊക്കെ മാർക്കറ്റിൻ്റെ ഡിസിഷനാണ്. നമ്മൾ ട്രേഡ് ഇടും. ആ ട്രേഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുക. എന്നിട്ട് അവിടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. ചാടി കയറിയിട്ടൊന്നും പോകാൻ നിൽക്കരുത്. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണത്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.